പ്രായപൂർത്തിയാകാത്ത വൈറൽ പെൺകുട്ടിയുടെ വിവാഹത്തിൽ മുഹമ്മദ് ഫർമാന്റെയും പെൺകുട്ടിയുടെയും മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതി നാളെ വിധി പറയും. വിവാഹം തന്നെ നിയമവിരുദ്ധമെന്ന് മധ്യപ്രദേശ് സർക്കാർ കോടതിയെ അറിയിച്ചു. വ്യാജരേഖ ചമച്ചുവെന്ന കുറ്റവും ഹർജിക്കാരനെതിരെ നിലനിൽക്കുമെന്നും ഇരയായ പെൺകുട്ടി പ്രായപൂർത്തിയായിട്ടില്ലെന്നും മധ്യപ്രദേശ് സർക്കാർ വാദിച്ചു. വിവരങ്ങളുമായി രേഷ്മ ബാബുവാണ് ചേരുന്നത്. രേഷ്മ ബാബു, ഈ കേസിൽ അഡീഷണൽ സോളിസിറ്റർ ജനറലാണ് മധ്യപ്രദേശ് സർക്കാരിനു വേണ്ടി ഹാജരായത് എന്നാണ് മനസ്സിലാക്കുന്നത്. വളരെ കൃത്യമായ കാര്യങ്ങളാണ് ASG ഈ വിവാദത്തിനിടയിൽ മുന്നോട്ട് വെച്ചത്. വ്യാജരേഖ തന്നെ സൃഷ്ടിച്ചുകൊണ്ടാണ് ഈ വിവാഹം നടത്തിയത്. അതുകൊണ്ട് തന്നെ വിവാഹ സർട്ടിഫിക്കറ്റ് തന്നെ വ്യാജമാണ് എന്ന അതീവ ഗുരുതരമായ വാദഗതിയാണ് അഡീഷണൽ സോളിസിറ്റർ ജനറൽ ഹൈക്കോടതിയിൽ ഉന്നയിച്ചിരിക്കുന്നത്. മറ്റ് വിശദാംശങ്ങൾ എങ്ങനെ? നിലമ അഡീഷണൽ സോളിസിറ്റർ ജനറൽ ആയിട്ടുള്ള ARL സുന്ദരേശനാണ് മധ്യപ്രദേശ് സർക്കാരിന് വേണ്ടിയിട്ട് ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഹാജരായത്. ഓൺലൈനായിട്ട് ഹാജരായിക്കൊണ്ട് അദ്ദേഹം മധ്യപ്രദേശ് സർക്കാരിന്റെ വാദങ്ങൾ മുന്നോട്ട് വെച്ചു. വിവാഹം തന്നെ നിയമവിരുദ്ധമാണെന്നുള്ള ഒരു വാദം തന്നെയാണ് ആദ്യഘട്ടത്തിൽ മധ്യപ്രദേശ് സർക്കാർ ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയത്. അതുമാത്രമല്ല, വ്യാജരേഖ ചമച്ചു എന്ന കുറ്റവും ഇക്കാര്യത്തിൽ നിലനിൽക്കും. അതായത് ഈ ജനന സർട്ടിഫിക്കറ്റ് നേടാനായിട്ട് ഈ മുഹമ്മദ് ഫർമാനും ഈ പെൺകുട്ടിയും വ്യാജ മൊഴികൾ നൽകി. അതുമാത്രമല്ല, അത് തിരുത്താനായിട്ടുള്ള രീതിയിൽ ചില രേഖകൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വ്യാജ രേഖ ചമച്ചു എന്നുള്ള കുറ്റം ഇക്കാര്യത്തിൽ നിലനിൽക്കുമെന്നുള്ളതാണ് മധ്യപ്രദേശ് സർക്കാർ ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. ജനന രജിസ്ട്രാറുടെ മുന്നിൽ പെൺകുട്ടി വ്യാജ വിവരം നൽകിയതിന്റെ അടിസ്ഥാനത്തിലും ഈ ഉദ്യോഗസ്ഥനെ കബളിപ്പിച്ചും തെറ്റിദ്ധരിപ്പിച്ചുമാണ് ജനന സർട്ടിഫിക്കറ്റ് കൈക്കലാക്കിയിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള വിവാഹം അതിന് നിയമസാധുത ഇല്ല എന്ന് തന്നെയാണ് മധ്യപ്രദേശ് സർക്കാർ ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. മാത്രമല്ല, പെൺകുട്ടിയുടെ പ്രായം എന്ന് പറയുന്നത് 16 വയസ്സ് മാത്രമാണ്. ഈ സർട്ടിഫിക്കറ്റിലെ ജനന ദിവസവും ആശുപത്രി രേഖകളും തമ്മിൽ വലിയ രീതിയിൽ അന്തരമുണ്ട്, പൊരുത്തക്കേടുണ്ട്. പെൺകുട്ടിയുടെ വിവാഹം അസാധുവായ സാഹചര്യത്തിൽ ഇത് കുറ്റകരമായിട്ടുള്ള ഒരു കുറ്റകൃത്യം കൂടി ഇക്കാര്യത്തിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഹർജി നിലനിൽക്കില്ല എന്നുള്ളൊരു വാദവും ഹൈക്കോടതിയിൽ മധ്യപ്രദേശ് സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. മറ്റൊന്ന്, ഈ വിവാഹം കഴിച്ച രീതിയാണ് മധ്യപ്രദേശ് സർക്കാർ ചോദ്യം ചെയ്തത്. വ്യത്യസ്ത മതത്തിലുള്ളവർ തമ്മിലുള്ള വിവാഹം ക്ഷേത്രത്തിൽ വെച്ചാണ് നടത്തിയിട്ടുള്ളത്. അതായത് ആ വിവാഹത്തിൽ ആരൊക്കെയാണ് പങ്കെടുത്തതെന്നൊക്കെ തന്നെ നമുക്കറിയാം. MV ഗോവിന്ദൻ ഉൾപ്പെടെയുള്ള CPM പ്രമുഖ നേതാക്കൾ ഇടപെട്ടുകൊണ്ടാണ്, അല്ലെങ്കിൽ അതിന് നേതൃത്വം നൽകിക്കൊണ്ടാണ് വിവാഹം നടത്തിയത്. പക്ഷേ വിവാഹം മതാചാര പ്രകാരം അല്ലാത്ത വിവാഹത്തിന് യാതൊരു നിയമസാധുതയും ഇല്ല എന്നും മധ്യപ്രദേശ് സർക്കാർ ഇന്ന് ഹൈക്കോടതിയിൽ വാദമായിട്ട് ഉന്നയിച്ചിട്ടുണ്ട്. രജിസ്റ്റർ ചെയ്ത വിവാഹത്തിന് നിയമസാധുത വരുത്തില്ല. കാരണം ഈ ജനന സർട്ടിഫിക്കറ്റിൽ തിരുത്തൽ അല്ലെങ്കിൽ വ്യാജരേഖ സമർപ്പിച്ചുകൊണ്ടാണ് അത്തരത്തിൽ പ്രായപൂർത്തിയായ എന്നുള്ള തരത്തിൽ ഒരു ജനന സർട്ടിഫിക്കറ്റ് കൈക്കലാക്കിയത്. അതുകൊണ്ട് തന്നെ നിയമവിരുദ്ധത അവിടെ ഉണ്ട്. അതുകൊണ്ട് ആ വിവാഹത്തിന്, അത്തരത്തിൽ രജിസ്റ്റർ ചെയ്ത വിവാഹത്തിന് നിയമസാധുത ഇല്ല എന്നും മധ്യപ്രദേശ് പോലീസ് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും നിലവിൽ ഹൈക്കോടതി ഈ മുൻകൂർ ജാമ്യാപേക്ഷ മുഹമ്മദ് ഫർമാന്റെയും പെൺകുട്ടിയുടെ മുൻകൂർ ജാമ്യാപേക്ഷ നാളെ വിധി പറയാനായിട്ട് മാറ്റിയിരിക്കുകയാണ്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിക്കൊപ്പം ഇപ്പോഴും മുഹമ്മദ് ഫർമാൻ താമസിക്കുന്നുണ്ട്. ഇത് കുറ്റകരമായിട്ടുള്ള കാര്യമാണെന്നും ഹൈക്കോടതിയിൽ മധ്യപ്രദേശ് സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും നേരത്തെ തന്നെ ഈ വാദം നടന്ന ഘട്ടത്തിൽ മധ്യപ്രദേശ് സർക്കാർ ഈ മുൻകൂർ ജാമ്യാപേക്ഷയെ എതിർത്തിരുന്നു. അതിന്റെ നിലനിൽപ്പ്, അതായത് ഈ ഹർജി നിലനിൽക്കില്ല എന്നുള്ളതായിരുന്നു ആദ്യഘട്ടത്തിൽ ഉന്നയിച്ച വാദമെങ്കിൽ ഈ വിവാഹത്തിനും അതോടൊപ്പം തന്നെ ജനന സർട്ടിഫിക്കറ്റ് കൈക്കലാക്കിയതിലും വലിയ നിയമവിരുദ്ധതയുണ്ട് എന്നുള്ള വാദഗതികളാണ് രണ്ടാം ഘട്ടത്തിൽ പറഞ്ഞിട്ടുള്ളത്. എന്തായാലും വിശദമായിട്ട് തന്നെ ഈ മുഹമ്മദ് ഫർമാന്റെയും പെൺകുട്ടിയുടെയും വാദങ്ങൾ കേട്ടു. അതിനുശേഷം മധ്യപ്രദേശ് സർക്കാരിന്റെ വാദം കേട്ടു. അതിനുശേഷമാണ് ഇപ്പോൾ ഹൈക്കോടതി നാളത്തേക്ക് ഈ ഹർജി വിധി പറയാൻ മാറ്റിയിരിക്കുന്നത്. നീലിമ.